നമസ്കാരം, എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1-ൽ 6ാമത്തെ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കാണുക. അത് കണ്ടതിന് ശേഷം പാർട്ട് 2 വീഡിയോ കാണാം. ഓക്കെ, ഡയറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളിവിടെ ടാക്സി വേയെക്കുറിച്ചാണ് ടാക്സി-വേ, അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങൾ, എയർപോർട്ട് ലൈറ്റിംഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ടാക്സി-വേ? പൊതുവേ ഒരു റൺവേ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതായത് എയർക്രാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന റോഡ് പോലെയുള്ള ഒരു പോർഷനെയാണ് നമ്മൾ റൺവേ എന്ന് പറയുന്നത്. അത് ഹാർഡ് സർഫസ് ആയിരിക്കും. സോ ഏപ്രൺ, ഹാങ്കർ, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇതെന്തൊക്കെയാണെന്നുള്ളത്. ഇതിനെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് പോലെയുള്ള ഒരു സർഫസിനെ തന്നെയാണ് നമ്മൾ ടാക്സി വേ എന്ന് പറയുന്നത്. അതായത് റൺവേയിൽ നിന്ന് ഈ ഏപ്രണിലേക്കും അതുപോലെ ഹാങ്കറിലേക്കും ഒക്കെയുള്ള വേ ആണ് നമ്മൾ ടാക്സി വേ എന്ന് പറയുന്നത്. ടാക്സി വേ ആർ ഡിഫൈൻഡ് ആസ് ദ പാത്സ് ഓൺ ദ എയർഫീൽഡ് സർഫസ് ഫോർ ദ ടാക്സിങ് ഓഫ് എയർക്രാഫ്റ്റ് and are intended to provide linkage between one part of the airfield. Aircraft movement on taxiways are essentially ground movement and are relatively slow. പൊതുവേ അത് ഒരുപാട് സ്പീഡിലുള്ള മൂവ്മെൻറ്റ് ആയിരിക്കില്ല. നെക്സ്റ്റ് വൺ ഈസ് ടൈപ്സ് ഓഫ് ടാക്സി വേ. 3 ടൈപ്പാണുള്ളത്: ഏപ്രൺ ടാക്സി വേ, ഡ്യുവൽ പാരലൽ ടാക്സി വേ, ടെർമിനൽ ടാക്സി വേ. ഏപ്രൺ ടാക്സി വേ എന്ന് പറഞ്ഞാൽ ലൊക്കേറ്റഡ് ഓൺ ദ പെരിഫറി ഓഫ് ആൻ ഏപ്രൺ ടു പ്രൊവൈഡ് അൺഇൻറ്ററപ്റ്റഡ് ടാക്സിങ് ഓഫ് എയർക്രാഫ്റ്റ് അക്രോസ് ദ ഏപ്രൺ. ഏപ്രണിലൂടെയുള്ള എയർക്രാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റിനെയാണ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ടാക്സി വേ ആണ് ഏപ്രൺ ടാക്സി വേ. ഡുവൽ പാരലൽ ടാക്സി വേ എന്ന് പറഞ്ഞാൽ 2 പാരലൽ ടാക്സി വേസ് ഓൺ വിച്ച് എയർക്രാഫ്റ്റ് ക്യാൻ ടാക്സി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. മെയിനായിട്ട് 2 ടാക്സി വേസ് പാരലലായിട്ടുള്ളതിനെ ആണ് നമ്മൾ ഡുവൽ പാരലൽ ടാക്സി വേ എന്ന് പറയുന്നത്. Terminal taxiway. It is a portion of an apron intended to provide access to only aircraft stands or gate positions. എയർക്രാഫ്റ്റ് നിർത്തിയിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏപ്രൻ്റെ ഒരു പോർഷനിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടാക്സി വേ ആണ് ടെർമിനൽ ടാക്സി വേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടാക്സി വേ ജിയോമെട്രിക്സ്. അതിലാദ്യത്തത് ലെങ്ത്. ടാക്സി വേയുടെ ലെങ്ത് എപ്പോഴും ചെറുതായിരിക്കണം, അല്ലെങ്കിൽ കുറഞ്ഞ ലെങ്ത്തിലാണ്. നമ്മൾ ഒരുപാട് നീളത്തിൽ, കിലോമീറ്ററുകൾ കണക്കിന് നീളത്തിലൊന്നും നമ്മൾ ടാക്സി വേ പ്രൊവൈഡ് ചെയ്യില്ല. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ടാണ് നമ്മൾ ടാക്സി വേ കൊടുക്കുക. ഇറ്റ് വിൽ ഇൻക്രീസ് നമ്പർ ഓഫ് ടാക്സി വേസ് ഹാവ് ടു ബി പ്രൊവൈഡഡ് എലോങ് ദ റൺവേ. ടാക്സി വേയുടെ ലെങ്ത്ത് കുറയ്ക്കുന്നത് കൊണ്ട്, അതായത് ഷോർട്ടാണെന്നുള്ളത് കൊണ്ട് തന്നെ ടാക്സി വേയുടെ നമ്പർ നമുക്ക് കൂട്ടാം. Longitudinal gradient. Level taxiways are operationally more desirable. If gradient is steep, it affects fuel consumption. As per ICAO, gradient of 3% for A and B type of airport and 1.5% for C, D, E and E type of airport. അപ്പോൾ എയർപോർട്ടിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഗ്രേഡിയൻറ്റിൻ്റെ കാര്യം പറയുന്നത്. പൊതുവേ ടാക്സി വേ നമ്മൾ കൊടുക്കുന്നത് ഗ്രേഡിയൻ്റ് ഇല്ലാതെ നേരെ, അതായത് ലെവലായിട്ടുള്ള ടൈപ്പ് ഒരു ടാക്സി വേ ആണ് പൊതുവേ കൊടുക്കാറുള്ളത്. ഇനി ഗ്രേഡിയൻ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എ, ബി എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടുന്ന എയർപോർട്ടാണെങ്കിൽ 3% അലോവബിൾ. അതുപോലെ സി, ഡി, ഇ എന്ന് പറയുന്നതാണെങ്കിൽ അലോവബിൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് 1.5% ആണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, ഗ്രേഡിയൻ്റ് കൊടുക്കുമ്പം ടാക്സി വേയിൽ ഗ്രേഡിയൻ്റ് കൊടുക്കുന്ന സമയത്ത് അത് ഫ്യൂവൽ കൺസപ്ഷൻ കൂട്ടും. Next one is the width of taxiway. Width of taxiway is lesser than runway as aircraft is not airborne and speeds are small. There is not much variability in the maneuverability of aircraft and nose of aircraft follows the taxiway center line. Width varies between 22.5 and 7.5. പൊതുവെ ടാക്സി വേയുടെ വിഡ്ത്താണ് ഈ പറഞ്ഞിരിക്കുന്നത് 22.5 to 7.5.
റൺവേക്ക് കൊടുക്കുന്ന അത്രയും വിഡ്ത്ത് നമ്മളിവിടെ ടാക്സി വേക്ക് കൊടുക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൺവേയിൽ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്ന ആ ഒരു സ്പീഡിൽ നമ്മുടെ ടാക്സി വേയിൽ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി വിഡ്ത്ത് കുറച്ചേ, അതായത് റൺവേനേക്കാളും വിഡ്ത്ത് കുറച്ചേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ. Next one is the side distance. As speed of aircraft on taxiway is lower than the speed of runway, the smaller value of side distance will be sufficient on the taxiway. സൈഡ് ഡിസ്റ്റൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ, സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സൈഡ് ഡിസ്റ്റൻസ് ഉള്ള ടേം എവിടെയും കോമൺ ആണ്. അതിലും, അതായത് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലും ഈ ഒരു മൊഡ്യൂളിലൊക്കെ ഒരേ മീനിങ് തന്നെയാണ് ഈ സൈഡ് ഡിസ്റ്റൻസ് എന്നുള്ള ടേമിന് വരുന്നത്. സോ റൺവേയിൽ ഉള്ള ഒരു സ്പീഡിൽ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ടാക്സി വേയിൽ മൂവ് ചെയ്യുന്ന എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ട് പൊതുവേ നമ്മൾ സൈഡ് ഡിസ്റ്റൻസും കുറച്ചേ കൊടുക്കുകയുള്ളൂ. ഇനി എയർപോർട്ടിൻ്റെ ടൈപ്പ് ICAO പറയുന്ന ക്ലാസിഫിക്കേഷൻ പ്രകാരം എയർപോർട്ടിൻ്റെ ടൈപ്പ് A, B, C, D and E എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഓരോ എയർപോർട്ടിനും വേണ്ട സൈഡ് ഡിസ്റ്റൻസ് ഇൻ X ആൻഡ് Y ഡയറക്ഷനിലുള്ള സൈഡ് ഡിസ്റ്റൻസ് ഇവിടെ പറയുന്നുണ്ട്. അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് ദ ടേണിംഗ് റേഡിയസ്. Change in aircraft path is done by providing a horizontal curve, and the design should be such that aircraft can negotiate the curve without significantly reducing the speed. A relationship between exit speed and radius of curve is equal to R is equal to V square by 125 F. V is in kilometer per hour. F is the coefficient of friction and is equal to 0.13. അതായത് എയർക്രാഫ്റ്റ് പൊതുവെ ഒരു കർവ് വരുന്ന പോർഷനിൽ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുമ്പം എയർക്രാഫ്റ്റിന് അത് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്പീഡിന് വ്യതിയാനം വരാതെ നമുക്ക് ആ ഒരു എയർക്രാഫ്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കർവുകളാണ് പൊതുവെ ടാക്സി വേസിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനി ആ ഒരു റേഡിയസ് എത്രയാണെന്നുള്ളത് അറിയണമെങ്കിൽ റേഡിയസ് ഇസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ 125 F. So V is in kilometer per hour and F is the coefficient of friction and is equal to 0.13. ICAO has indicated the relationship between aircraft speed and the radius of curvature of taxiway curves as illustrated in the table. റേഡിയസ് ഓഫ് കർവും അതുപോലെ സ്പീഡും ഓരോ നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ സ്പീഡിനനുസരിച്ച് എത്രത്തോളം റേഡിയസ് ഓഫ് കർവ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത് ഈ ടേബിളിൽ ICAO റെക്കമെൻഡ് ചെയ്ത പ്രകാരമുള്ളതാണ് ഈ വാല്യൂ കൊടുത്തിട്ടുള്ളത്. റേഡിയൈ ഓഫ് കർവേച്ചർ ആൻഡ് എൻട്രൻസ് കർവ് ഫോർ ടാക്സിവേ, ഇതും നമ്മുടെ ICAOയുടെ റെക്കമെൻഡേഷൻ പ്രകാരമുള്ള കർവാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്നത്. Next one is the exit taxiway. The function of exit taxiways or runway turn-off, as they are sometimes called, is to minimize runway occupancy by landing aircraft. Exit taxiways can be placed at the right angles to the runway or some other angles to the runway. When the angle is in the order of 30 degrees, the term high-speed exit is often used to denote that it is designed for higher speeds than other exit taxiway configurations. പൊതുവെ എയർക്രാഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ആ ഒരു എയർക്രാഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ ആണ് എക്സിറ്റ് ടാക്സിവേ എന്ന് പറയുന്നത്. എക്സിറ്റ് ടാക്സിവേയുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ എക്സിറ്റ് ടാക്സിവേയെ നമ്മൾ റൺവേ ടേൺ ഓഫ് എന്നും അറിയപ്പെടും. അതിന് മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് മിനിമൈസ് ദ റൺവേ ഒക്യുപ്പൻസി ബൈ ലാൻഡിങ് എയർക്രാഫ്റ്റ്. ഓക്കെ, ഇനി ഇത് റൈറ്റ് ആംഗിൾസിലും പ്ലേസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സം അതർ ആംഗിൾസിലും പ്ലേസ് ചെയ്യാറുണ്ട്. ആ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ നമ്മളതിനെ ഹൈ സ്പീഡ് എക്സിറ്റ് എന്ന് പറയും. അതായത് ഹൈ സ്പീഡിൽ വരുന്ന എയർക്രാഫ്റ്റിന് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സിവേ ഒരു 30 ഡിഗ്രി ആംഗിളിൽ വന്ന് എക്സിറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ഹൈ സ്പീഡ് എക്സിറ്റ് എന്ന് പറയുന്നത്. ടേബിളിൽ കാണിച്ചിരിക്കുന്നത് FAA ടാക്സിവേ കർവേച്ചർ ഡയമെൻഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇത് നിങ്ങളുടെ ഈ ഒരു ടേബിളിൽ എയർപ്ലെയിൻ ഡിസൈൻ ഗ്രൂപ്പിനനുസരിച്ചുള്ള
ഡയമെൻഷൻസും എല്ലാ വാല്യൂസും, ഇപ്പോൾ റേഡിയസ് ഓഫ് ടാക്സിവേ, അതുപോലെ ലെങ്ത് ഓഫ് ലീഡ് ഇൻറ്റു ഫില്ലറ്റ്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ടെർമിനൽ ഏരിയ. ഇറ്റ് ഈസ് പോർഷൻ ഓഫ് ആൻ എയർപോർട്ട് അതർ ദാൻ ലാൻഡിംഗ് ഏരിയ ആൻഡ് ഇറ്റ് സെർവ്സ് ആസ് എ ഫോക്കൽ പോയിന്റ് for the activities on the airport. Terminal area includes terminal and operational buildings, vehicle parking area, aircraft service hangars, facilities for cargo handling and storage, facilities for passengers. പൊതുവെ ടെർമിനൽ ഏരിയ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന ഒരു ഏരിയയാണ്. അതായത് എയർപോർട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എയർപോർട്ടിൻ്റെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ലാൻഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ഒരു ടെർമിനൽ ഏരിയയിൽ വെച്ചിട്ടാണ്. കൂടുതൽ ആക്ടിവിറ്റീസും ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ ഈ ടെർമിനൽ ഏരിയ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിൾ പാർക്കിംഗ് ഏരിയ, അതുപോലെ എയർക്രാഫ്റ്റ് സർവീസ് ഹാങ്കേഴ്സ്, ഫെസിലിറ്റീസ് ഫോർ കാർഗോ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ്, ഇതെല്ലാം. അപ്പോൾ നമ്മൾ അടുത്ത ഫിഗർ കാണുമ്പോൾ നമുക്ക് ഈ ടെർമിനൽ ഏരിയ എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പ്രകാരം ഇപ്പോൾ നമ്മൾ പുറമെ നിന്ന് വരുന്ന ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാൾ ഈ ഒരു ഏരിയയിൽ വന്ന് ടെർമിനൽ ഏരിയയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് ബാഗ് ഡ്രോപ്പ് ചെയ്ത് സെക്യൂരിറ്റി എമിഗ്രേഷൻ കഴിഞ്ഞ് ഗേറ്റ് വഴി റൺവേയിലേക്ക് എത്തി എയർക്രാഫ്റ്റിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന പോർഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഇനി പുറത്തുനിന്ന്, അതായത് വേറൊരു എയർക്രാഫ്റ്റ് വഴി വന്നിറങ്ങുന്ന, ലാൻഡ് ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റിൽ നിന്ന് വന്നിറങ്ങുന്ന ഒരാളാണെങ്കിൽ ഈ റൺവേയിലൂടെ അകത്തേക്ക് കയറി ഗേറ്റ് വഴി ഇമിഗ്രേഷൻ വഴി ബാഗും എല്ലാം എടുത്ത് നമുക്കിവിടെ എക്സ്റ്റേണൽ പുറത്തേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി എല്ലാവർക്കും, അതായത് എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഏരിയയാണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഏരിയനെയാണ് നമ്മൾ ടെർമിനൽ ഏരിയ എന്ന് പറയുന്നത്. ടെർമിനൽ ബിൽഡിങ്സ് യൂഷ്വലി റെഫേഴ്സ് ടു ബിൽഡിംഗ് മെയിൻലി യൂസ്ഡ് ഫോർ പാസഞ്ചേഴ്സ്, എയർലൈൻ ആൻഡ് administration facilities. Its layout is such that to offer enplaning passengers the convenient and direct access from the vehicle platform or street side of the building through booking and waiting rooms to the aircraft loading positions on the apron. Deplaning passengers are also provided with direct route from the aircraft to the baggage claim counter and then to the vehicle platform. ഇപ്പോൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് എക്സ്റ്റേണലിൽ നിന്ന് വരുന്ന ഒരാൾ ഇമിഗ്രേഷൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് കുറേ സെക്യൂരിറ്റി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട്, സെക്യൂരിറ്റിയുടെ ആയിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സൊക്കെ അവിടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എയർപോർട്ടിൽ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസും, അതുപോലെ ലാൻഡ് ചെയ്തൊരു എയർക്രാഫ്റ്റിൽ നിന്ന് വന്നിറങ്ങിയ ഒരാൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വരുന്നത് വരെയുള്ള കുറച്ച് പ്രൊസീജിയേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ടെർമിനൽ ബിൽഡിങ്ങിൽ നടക്കുന്നത് എന്നാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ കൺസെപ്റ്റ് ഫോർ ടെർമിനൽ ഡിസൈൻ. രണ്ട് കൺസെപ്റ്റാണുള്ളത്, ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ കൺസെപ്റ്റ് ആൻഡ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കൺസെപ്റ്റ്. ഇതിൽ പിയർ ഓർ ഫിംഗർ കൺസെപ്റ്റ്, സാറ്റലൈറ്റ് കൺസെപ്റ്റ്, ലീനിയർ കൺസെപ്റ്റ് ആൻഡ് ട്രാൻസ്പോർട്ടർ കൺസെപ്റ്റ്. ഇത് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ കൺസെപ്റ്റും പിന്നെ ഒന്നുള്ളത് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കൺസെപ്റ്റും. ഇനി ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പിയർ ഓർ ഫിംഗർ കൺസെപ്റ്റ്. ദ പിയർ കൺസെപ്റ്റ് ഹാസ് ആൻ ഇൻ്റർഫേസ് വിത്ത് എയർക്രാഫ്റ്റ് along piers extending from the main terminals. Aircraft are usually arranged around the axis of pier in a parallel or nose-in parking alignment. Each pier has a row of aircraft gate positions on both sides with a passenger concourse along the axis which serves as the departure lounge and circulation space for both enplaning ആൻഡ് ഡിപ്ലെയിനിങ് പാസഞ്ചേഴ്സ്. അതായത് ഒരു പിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുക, ആ ഓരോ പിയറിലും പാരലലായിട്ടോ അല്ലെങ്കിൽ നോസിൻ പാർക്കിങ്ങിനോ ഒരുപാട് എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യാനുള്ള, ഇതുപോലെ പാരലലായിട്ടോ അല്ലെങ്കിൽ നോസിൻ പാർക്കിങ്ങൊക്കെ ആയിട്ട്
പാർക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ പിയർ ഓർ ഫിംഗർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് കൺസെപ്റ്റ്. The satellite concept consists of building surrounded by aircraft, which is separated from the terminal and is usually reached by means of surface, underground or above ground connector. The aircraft normally parked in radial or parallel positions around the satellite. അതായത് ടെർമിനൽ ബിൽഡിങ്ങിൽ നിന്നും കുറച്ച് മാറി ഇതിൽ പാരലലായിട്ടോ അല്ലെങ്കിൽ റേഡിയലായിട്ടോ ഈ ഒരു എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് സാറ്റലൈറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ലീനിയർ കൺസെപ്റ്റ്. ദ സിമ്പിൾ ലീനിയർ ടെർമിനൽ കൺസിസ്റ്റ് ഓഫ് കോമൺ വെയിറ്റിംഗ് ആൻഡ് ടിക്കറ്റിംഗ് ഏരിയ വിത്ത് എക്സിറ്റ്സ് leading to the aircraft parking apron, and it is adaptable to the airports with low airline activities, which will usually have an apron providing close-in parking for 3 to 6 commercial passenger aircraft. ചെറിയ എയർപോർട്ടുകൾക്കാണ് പൊതുവെ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലീനിയർ കൺസെപ്റ്റിൽ അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു കോമൺ വെയിറ്റിംഗ് അതുപോലെ ടിക്കറ്റ് ഏരിയ ഇതെല്ലാം എയർക്രാഫ്റ്റിൻ്റെ പാർക്കിങ്ങിലേക്ക് അങ്ങനെ പോയി അത് ലാസ്റ്റ് ലീഡ് ചെയ്യുന്നത് എയർക്രാഫ്റ്റിൻ്റെ പാർക്കിംഗ് എപ്രണിലേക്ക് അങ്ങനെയുള്ളൊരു ഒരു അറേഞ്ച്മെൻ്റ് ഉള്ള ഒരു ഏരിയനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ലീനിയർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ട്രാൻസ്പോർട്ടർ കൺസെപ്റ്റ്. എയർക്രാഫ്റ്റ് ആൻഡ് എയർക്രാഫ്റ്റ് സർവീസിംഗ് functions in the transporter concept are remotely located from the terminal, and the connection to the terminal is provided by vehicular transport for enplaning and deplaning passengers. ടെർമിനൽ ഏരിയയിൽ നിന്ന് കുറച്ച് വിട്ടുമാറി കൊടുക്കുന്ന ടൈപ്പ് ആ ഒരു പാർക്ക് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റാണ് ടെർമിനൽ ട്രാൻസ്പോർട്ടർ കൺസെപ്റ്റ്. ഇതിൽ ഈ ഒരു പാർക്ക് ചെയ്യുന്ന അവിടെ പാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു എയർക്രാഫ്റ്റിലേക്ക് ടെർമിനൽ ബിൽഡിങ്ങിൽ നിന്നുള്ള ആളുകളെ എത്തിക്കുകയോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ നിന്ന് ടെർമിനൽ ബിൽഡിങ്ങിലേക്ക് ആളുകളെ എത്തിക്കുകയോ ചെയ്യുന്നത് പൊതുവെ വേറെ വാഹനങ്ങൾ യൂസ് ചെയ്തിട്ടാണ്. ഇനി കർവിലീനിയർ ആൻഡ് ലീനിയർ രണ്ട് ടൈപ്പ് ഇപ്പോൾ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഈ ലീനിയറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പിയറിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ട് നോസിൻ ആയിട്ടുള്ള രീതിക്ക് ഇവിടെ എയർക്രാഫ്റ്റ് നമ്മൾ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് കർവിലീനിയർ. ഈ ലൈന് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഉള്ളതിന് പകരം ഇവിടെ ഒരു കർവ്ഡ് ലൈനാണ്. ആ കർവ്ഡ് ലൈനിൽ ഓരോ പിയേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിയേഴ്സിൻ്റെയൊക്കെ എൻഡിലായിട്ട് എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റാണ് ലീനിയർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ട്രാൻസ്പോർട്ടർ കൺസെപ്റ്റ്. അതായത് ടെർമിനൽ ബിൽഡിങ്ങിൽ നിന്നും കുറച്ച് വിട്ട് മാറിയിട്ട് നമ്മുടെ എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ട്രാൻസ്പോർട്ടർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫിംഗർ പിയേഴ്സ് ഇതിനകത്തും നമ്മുടെ ലീനിയറിൽ പറഞ്ഞതുപോലെ തന്നെ പിയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അല്ലെങ്കിൽ പിയേഴ്സ് ഉള്ള സ്ഥലത്താണ് പൊതുവെ എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും സാറ്റലൈറ്റ്, അതായത് റേഡിയൽ ഓർ പാരലൽ ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ റേഡിയൽ ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കൺസെപ്റ്റ്. The basis for distributing the primary processing activities in the passenger terminal among the several levels is mainly to separate the flow of arriving and departing passengers. The decision concerning the number of levels a terminal facility should have depends primarily on the volume of passengers and the availability of land for expansion in the immediate vicinity. ഇതിൽ the basis for distributing the primary processing activities in a passenger terminal among several levels is mainly to separate the flow of arriving and departing passengers. അത് ഒരൊറ്റ ഗ്രൗണ്ട് ലെവലിൽ മാത്രമല്ലാതെ അങ്ങനെ പല ലെവലുകളിലായിട്ട് എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റത്തെ സിംഗിൾ ലെവൽ, സെക്കൻഡ് വൺ ഇസ് ദ സെക്കൻഡ് ലെവൽ ലോഡിങ് ആൻഡ് അത് 2 ലോഡ് സിസ്റ്റമാണ്. അതിനകത്ത് 2 സ്ഥലങ്ങളിലായിട്ട് 2 ലെവലുകളിലായിട്ട് ലോഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്.
The operational category includes control tower, weather bureau, and other government services related to the aviation. In many cases, terminal building fulfills the function of operational buildings as well. And the various facilities provided in the airport buildings are as follows: ബുക്കിംഗ് കൗണ്ടർ, ബാഗേജ് ക്ലെയിം സെക്ഷൻ, എൻക്വയറി കൗണ്ടർ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. ഒരു എയർപോർട്ടിൽ പൊതുവെയുള്ള കുറച്ച് ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. FAA suggests that the terminal building area should be based on the present and future peak hour passenger activities projected over period of 10 years. ടെർമിനൽ ബിൽഡിംഗ് സ്പേസ് റിക്വയർമെൻറ്റ്സ്. ഓരോന്നിനും ആയിട്ട് ടെർമിനൽ ബിൽഡിങ്ങിൽ എത്രത്തോളം സ്പേസ് വേണം എന്നുള്ള ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. കമ്പണൻസ് കൊടുത്തിട്ടുണ്ട്. സ്പേസ് റിക്വയർഡ് ഇൻ മീറ്റർ സ്ക്വയർ, ടിപ്പിക്കൽ, പീക്ക് അവർ പെർ പാസഞ്ചർ. ഓരോന്നിലും ഒരു ടേബിളിന് ഓരോ കമ്പണൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. നെക്സ്റ്റ് വൺ ഈസ് ദ റൺവേ ലൈറ്റിംഗ്. These lights are used to assist pilot in to identify the runway. Green threshold light line the runway edge. അത് ഓരോ ലൈറ്റിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അത് പൊതുവേ ഒരു റൺവേയിൽ മെയിനായിട്ട് ലൈറ്റ്സ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പൈലറ്റിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനനുസരിച്ച് ഓരോ ലൈറ്റിനും ഓരോ മീനിങ്സ് ഉണ്ട്. സോ ഗ്രീൻ ത്രഷോൾഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈൻ ദ റൺവേ എഡ്ജ്. അതുപോലെ റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ മാർക്ക് ദ എൻഡ് ഓഫ് റൺവേ. ബ്ലൂ ലൈറ്റ് റൺ എലോങ് സൈഡ് ടാക്സിവേ. വൈൽ ദ റൺവേസ് ഹാവ് യെല്ലോ ഓർ വൈറ്റ് ലൈറ്റ് മാർക്കിങ്സ് ദെയർ എഡ്ജ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് റൺവേ ലൈറ്റിംഗ് ആണ്. ഇതെല്ലാം റൺവേ ലൈറ്റിംഗ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് റൺവേ സൈൻസ്. Various kinds of runway signs are used for facilitation and they differ according to their purpose and action. അപ്പോൾ ഇതെല്ലാം റൺവേയിൽ യൂസ് ചെയ്യുന്ന സൈൻസ് ആണ്. ഓരോ സൈനും നിങ്ങൾ നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ടേബിളിൽ നിന്ന് ഈ ഒരു ഡേറ്റാസ് എടുത്ത് അത് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് 6ാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. സോ ഈ ഒരു പാർട്ടോട് കൂടി നമ്മുടെ 6ാമത്തെ മൊഡ്യൂൾ ഇവിടെ തീർന്നു. എല്ലാവരും ഫസ്റ്റ് വീഡിയോയും സെക്കൻഡ് വീഡിയോയും കാണുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.